BHARATHIDASAN's Education Center, Malappuram. We are going through the paper, The Social History of England and the History of English Literature, Unit 7, the present age 1930 to 1955. Thomas Hardy died in 1928. The world appeared to recover from after effects of the First World War. The League of Nations had failed to bring harmony into the world. There was a worldwide financial crisis which affected both the rich and poor. A clear picture of this confused state of affairs was written in J.B. Priestley's An English Journey. In this context, writers become convinced that literature was useless. It did not serve a definite social and political purpose. Those who failed in the mission were literary art. Thus, the writings of the 1930s preoccupied with the condition of the whole world. അപ്പോൾ 1928 തോമസ് ഹാർഡി മരിച്ചു. അപ്പോൾ എന്താ പറയുക, ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു ലോകത്തിലുള്ള ജനങ്ങൾ. ഇപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പണ്ടത്തെ ഒരു ഐക്യം എന്താ പറയുക തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇപ്പോൾ പണക്കാരെയാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ഒരുപാട് ബാധിച്ചു. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് J.B. പ്രീസ്ലിയുടെ ആൻ ഇംഗ്ലീഷ് ജേർണി എന്നുള്ള വർക്കിലൂടെ കാണാനായിട്ട് കഴിയും. In this context, writers become convinced that literature was useless. അപ്പം റൈറ്റേഴ്സിൻ്റെ ഒരു ബിലീഫ് എന്താണ്? ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആണ്, അത് ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പർപ്പസിനെ സെർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തിയ ആളുകൾ. അതുപോലെ തന്നെ ഈ ഒരു മിഷനിൽ ഫെയിൽഡായിപ്പോയത് ലിറ്റററി ആർട്ടാണ്. അപ്പം വേൾഡിലെ കണ്ടീഷൻസ് ആയിരുന്നു 1930s നമുക്ക് വർക്ക്സിലൊക്കെ കാണാനായിട്ട് കഴിയുക. ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് 1844 to 1889. He was educated at Oxford. His collected poems were not published during his lifetime. His poetry, when published in 1918, had an influence upon the younger generation as far as modern poetry is concerned. He was a Roman Catholic and belonged to the Society of Jesus. As a Jesuit, he wanted to discontinue poetry. But when a shipwreck occurred, killing 5 Franciscan nuns, he was inspired to write The Wreck of the Duke's Land. He loved the beauties of nature, which he expressed in Pied Beauty. Hopkins turned away from the romantic style of poetry. He adopted metrical forms and verse technique, which he owed to John Donne. Hopkins left a cult to posterity. അപ്പം ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഓക്സ്ഫോർഡിലാണ്. അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് പോയംസൊക്കെ പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രി 1918 പബ്ലിഷ് ചെയ്തപ്പോൾ യങ്ങർ ജനറേഷന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെന്താ മോഡേൺ പോയട്രി എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു റോമൻ കാത്തലിക് ആയതുകൊണ്ടും ജീസസിൻ്റെ സൊസൈറ്റിയിലുള്ള ആളായതുകൊണ്ടും അദ്ദേഹം പോയട്രി ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഒരു ഷിപ്രക്ക് ഉണ്ടായിട്ട് കുറച്ച് 5 പുരോഹിതർ കന്യാസ്ത്രീകൾ മരിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഇൻസ്പിറേഷനിൽ അദ്ദേഹം എഴുതിയ വർക്കാണ് ദ റെക്ക് ഓഫ് ദി ഡ്യൂക്സ് ലാൻഡ്. അതുപോലെ തന്നെ നേച്ചറിൻ്റെ ബ്യൂട്ടി അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പൈഡ് ബ്യൂട്ടി എന്നുള്ള വർക്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ അദ്ദേഹം റൊമാൻറ്റിക് സ്റ്റൈൽ ഓഫ് പോയട്രിയിൽ നിന്ന് തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം ഒരു മെട്രിക്കൽ ഫോംസും വേഴ്സ് ടെക്നിക്സും ആണ് യൂസ് ചെയ്തത്. ഇപ്പം അതിനോട് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് ജോൺ ഡണ്ണിനോടാണ്. പിന്നീട് അദ്ദേഹം പോസ്റ്ററിറ്റിനോടൊരു ആരാധന ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പോസ്റ്ററിറ്റി മീൻസ് ഫ്യൂച്ചറിനോട് ഒരു താല്പര്യമുള്ളൊരു വ്യക്തി ആയിരുന്നു. പിന്നീടാണ് T.S. ഇലിയറ്റ് വരുന്നത്. 1888 to 1965 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദ കൾട്സ് ഓഫ് T.S. ഇലിയറ്റ് ആൻഡ് ഹോപ്കിൻസ് ഹാഡ് മെനി റിസംബ്ലൻസ്. അപ്പം അവരുടെ ആരാധനയ്ക്ക് കുറേ സാമ്യങ്ങളുണ്ടായിരുന്നു T.S. ഇലിയറ്റിനെയും ഹോപ്കിൻസിനെയും. T.S. Eliot published his first collection of poems, Provoke and Other Observations, in 1917, even before the publication of the poetry of Hopkins. ഹോപ്കിൻസിൻ്റെ പോയട്രിയുടെ പബ്ലിക്കേഷന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷനായിട്ടുള്ള Provoke and Other Observation 1917 പബ്ലിഷ് ചെയ്തു. T.S. Eliot was born in United States, educated in France and settled down in England. അദ്ദേഹം ജനിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഫ്രാൻസിലും സെറ്റിൽ ചെയ്തത് ഇംഗ്ലണ്ടിലുമാണ്.
ദ വേസ്റ്റ് ലാൻഡ് മെയ്ഡ് ഹിം ഫേമസ്. വേസ്റ്റ് ലാൻഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കാണ് അദ്ദേഹത്തിനെ ഫേമസ് ആക്കിയത്. ഹി റോട്ട് 2 ഷോർട്ട് പീസസ്, ദ ജേർണി ഓഫ് മാഗി ആൻഡ് ആഷ് വെനസ്ഡേ. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ച് 2 ഷോർട്ട് പീസസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് ജേർണി ഓഫ് ദ മാഗിയും മറ്റൊന്ന് ആഷ് വെനസ്ഡേയും. He wrote a number of critical works in prose. Eliot's bare and hardened lines and aesthetic beauty. Eliot was of the view that poetry should have rhythms of natural speech. This can be seen in his plays The Cocktail Party, The Confidential Clerk, Murder in the Cathedral, and The Family Reunion. He developed into a religious poet in the sequence of poems collected as 4 quartets. അപ്പോൾ അദ്ദേഹം ഒരുപാട് ക്രിട്ടിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ഒരു ഹാർഡൻഡ് ലൈൻസ്, അതിന് അതിൻ്റേതായ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പോയട്രി എന്ന് പറയുന്നത് നാച്ചുറൽ സ്പീച്ചിൻ്റെ റിതമോട് കൂടിയായിരിക്കണം. അതുപോലെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ പ്ലേസിലാണ് നമുക്ക് കാണാൻ കഴിയും. കോക്ടെയിൽ പാർട്ടി, കോൺഫിഡൻഷ്യൽ ക്ലർക്ക്, മർഡർ ഇൻ ദ കത്തീഡ്രൽ, ദ ഫാമിലി റിയൂണിയൻ, ഈ വർക്ക്സിലൊക്കെ കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം ഒരു റിലീജിയസ് പോയറ്റ് എന്ന നിലയിൽ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയിംസ് ആണ് 4 ക്വാർട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീടാണ് ക്രിസ്റ്റഫർ ഫ്രൈ, എ പ്ലേറൈറ്റ്, ഹാഡ് മച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദ തിയേറ്റർ. ഹി വാസ് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ എലിയറ്റ്. ഹി ഹാഡ് ആൻ അബണ്ടന്റ് ഗിഫ്റ്റ് ഓഫ് വർക്ക്സ്. His famous works are The Boy with Card, The Lady's Not for Burning, A Sleep of Prisoners, and The Dark is Light Enough. അപ്പോൾ ക്രിസ്റ്റഫർ ഫ്രൈ ഒരു പ്ലേറൈറ്റ് ആണ്. അപ്പോൾ തിയേറ്റർ ആയിട്ട് അനുബന്ധിച്ച് അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് ഇലിയറ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ഗിഫ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. സമൃദ്ധമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് ബോയ് വിത്ത് കാർട്ടർ, ലേഡീസ് ഫോർ നോട്ട് ബേണിംഗ്, സ്ലീപ്പ് ഓഫ് പ്രിസണേഴ്സ്, ആൻഡ് ദ ഡാർക്ക് ഈസ് ലൈറ്റ് ഇനഫ്. The outburst of poetry which was so remarkable in the First World War, not so in the Second. W.H. Auden and Christopher Isherwood published The Dog Beneath the Skin, The Ascent of Essex, and On the Frontier. Stephen Spender wrote Trial of a Judge. These creations were concerned with the political troubles of the time. W.H. Auden and C.D. Lewis continued after the war to maintain the reputation. Stephen Spender and Louis Macnies were popular in the 30s. അപ്പോൾ പോയട്രിയുടെ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് സമയത്തൊന്നും അത്രത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നെ W.H. ഓർഡനും ക്രിസ്റ്റഫർ ഐഷർവുഡും പബ്ലിഷ് ചെയ്ത വർക്ക്സാണ് ഡോഗ് ബെനീത്ത് ദ സ്കിൻ, ആസെന്റ് ഓഫ് E6 ആൻഡ് ഓൺ ദ ഫ്രണ്ടിയർ എന്ന് പറയുന്നത്. സ്റ്റീഫൻ സ്പെൻഡറിൻ്റെയാണ് ട്രയൽ ഓഫ് എ ജഡ്ജ്. അപ്പോൾ ഈ ക്രിയേഷൻസൊക്കെ പൊളിറ്റിക്കൽ ട്രബിൾസിനെ കുറിച്ചായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി W.H. Auden and C.D. Lewis continued after the war to maintain the reputation. Stephen Spender and Louis Macnies were popular in the 30s. അപ്പോൾ W.H. ഓർഡനും C.A. ഡെവിസും വാറിന് ശേഷവും അവരുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ സ്റ്റീഫൻ സ്പെൻഡറും ലൂയിസ് മാഗ്നസും 30s കാലഘട്ടത്തിൽ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരുന്നു. After the Second World War, there was signs to return to simple and intelligible style in literature. Dylan Thomas, who was a radio broadcaster, received much acclaim for Undermilk Wood. The Sitwell family consisted the Edith Sitwell and Sackville Sitwell. They established themselves in an assured position. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് സിമ്പിൾ ആൻഡ് ഇൻ്റലിജിബിൾ വർക്ക്സ് ലിറ്ററേച്ചറിൽ വരുന്നത്. അപ്പോൾ ഡിലൻ തോമസ് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട് ഈ മേഖലയിലെന്ന് പറയാം. പിന്നെ സിറ്റ്വെൽ ഫാമിലിയിലെ എഡിത്ത് സിറ്റ്വെല്ലും സാക്വറൽ സിറ്റ്വെല്ലിനെയും കുറിച്ച് പറയുന്നുണ്ട്. അവരും അവരുടേതായിട്ടുള്ളൊരു പൊസിഷൻ അന്നത്തെ കാലത്ത് നേടിയെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. വാൾട്ടർ ഡി ലാ മേയർ ഹാസ് ഹിസ് ഓൺ സ്റ്റഡി പാത്ത് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ന്യൂ ട്രെൻഡ്സ്. വാൾട്ടർ ഡി ലാ മേയർ പുതിയ ട്രെൻഡ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ളൊരു പാത ഈ റൈറ്റർക്ക് ഉണ്ടായിരുന്നു. He wrote delightful poems of children in Peacock Pie and other volumes. These were intended also to younger people, and older people found wisdom in the poetry. He also wrote novels and short stories. പിന്നെ ഇങ്ങനെ ചിൽഡ്രൻ ഇൻ പീകോക്ക് പൈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡിലൈറ്റ്ഫുൾ പോയാണ്. പിന്നെ മറ്റു വോളിയൂംസും വരുന്നുണ്ട്. അപ്പോൾ ഇത് യങ്ങർ പീപ്പിളിനും ഓൾഡർ പീപ്പിളിൻ്റെ മേലെ വിസ്ഡം സ്ഥാപിച്ച്
ആയിട്ടുള്ള പോയട്രിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ചേഞ്ച് ഇൻ ദ നോവൽ. വെർജീനിയ വൂൾഫ് 1882 to 1904, right 1940s I think. Right from her birth was given by his father a literary atmosphere. Woolf aimed at something finer than that would convey the essences of human life. She had acute sensibilities and sensitive perceptions. Unlike the previous novelists, she entered into another literary environment. This new environment was called the Bloomsbury set. These intellectuals discussed among themselves political and literary affairs. Their interests ranged far and wide. അപ്പോൾ വിർജീനിയ വൂൾഫ് എന്ന് പറയുന്നത് ജനനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫാദറിൻ്റെ ഒരു ലിറ്റററി അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് അവരും വരുന്നത്. അപ്പോൾ ഹ്യൂമൻ ലൈഫിൻ്റെ എസൻസിനെ കൺവേ ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു എഴുത്തിനെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു സെൻസിബിലിറ്റിയും സെൻസിറ്റീവ് പെർസെപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള നോവലിസ്റ്റിനേക്കാളുപരി ഒരു പുതിയൊരു ലിറ്റററി മൂവ്മെൻറ്റിലേക്കാണ് വെർജീനിയ വൂൾഫ് എൻട്രി ചെയ്തത്. അതിന് പറയുന്നത് ബ്ലൂംസ്ബെറി സെറ്റ് എന്നാണ്. ഇതിൽ എന്താ പറയുക, ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ളവർ പൊളിറ്റിക്കൽ ലിറ്റററി അഫെയർസിനെ കുറിച്ച് ഡിസ്കഷൻസ് നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫാർ ആൻഡ് വൈഡാണ്. Woolf in her novels created a fictional world which was not real but made in the image of her own sensibilities. Her famous works are Orlando, The Voyage, Art to the Lighthouse, The Waves, The Years and The Common Reader. അപ്പോൾ വൂൾഫ് ഒരു ഫിക്ഷണൽ വേൾഡാണെന്നോ ക്രിയേറ്റ് ചെയ്തത്, റിയൽ അല്ലാത്ത ഒന്ന്, പക്ഷേ അവരുടേതായിട്ടുള്ള സെൻസിബിലിറ്റീസ് അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഫേമസ് വർക്ക്സാണ് ഒർലാൻഡോ, വോയേജ്, ആർട്ട്, ലൈറ്റ് ഹൗസ്, വേവ്സ്, ഇയേഴ്സ് ആൻഡ് ദ കോമൺ റീഡേഴ്സ്. ഇതൊക്കെ പിന്നെ വരുന്നതാണ് E.M. ഫോസ്റ്റർ. Wrote literary criticism, Avenger, Harvest and Two Cheers for Democracy. He was a critic of social and political affairs with a fair mind and had no party bias. He carried into 20th century the liberal humanitarian ideals. He had a selective faithful audience. He was called a novelist whose influence on the writers was intense. He wrote Howard's End, A Passage to India and A Hill of Devi. E.M. ഫോസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് ലിറ്റററി ക്രിറ്റിസിസം എഴുതിയിട്ടുണ്ട്. അബിഞ്ചർ, ഹാർവെസ്റ്റും, ടു ചിയേഴ്സ് ഫോർ ഡെമോക്രസി. അതുപോലെ തന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ അഫെയർസിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് എഴുതുന്ന ആളാണ്. ഒന്നിനോടും ഒരു ചായ്വും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കൊണ്ടു നടന്നത് ഒരു ലിബറൽ ഹ്യൂമാനിറ്റേറിയൻ ഐഡിയൽസ് ആയിരുന്നു. അദ്ദേഹം സെലക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നോവലിസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയതാണ് ഹോവാർഡ്സ് ആൻഡ് പാസേജ് ടു ഇന്ത്യ, അതുപോലെ എ ഹിൽ ഓഫ് ദേവിയൊക്കെ. പിന്നെ വരുന്നതാണ് ജെയിംസ് ജോയ്സ്. 1882 to 1941 എക്സ്പെരിമെൻറ്റഡ് ന്യൂ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ. അദ്ദേഹം പുതിയ ഫോം ഓഫ് ലിറ്ററേച്ചറൊക്കെ ഗവേഷണം നടത്തിയെന്ന് പറയുന്നുണ്ട്. In Ulysses, a long prose epic, he dealt with 24 hours in the lives of a group of people in Dublin. It is considered as the greatest novel of the century and the greatest among novel of all time. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുളീസസ് എന്നുള്ള വർക്ക് ഒരു ലോങ് പ്രോസ് എപ്പിക്കാണ്. അതിന് എന്താ പറയുക, ഹി ഡീൽഡ് വിത്ത് 24 hours in the lives of a group of people in Dublin. ഡുബ്ലിനിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് ആണ് അദ്ദേഹം അതിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അത് എന്താ പറയുക, ആ സെഞ്ച്വറിയിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നോവലായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ്, എല്ലാ കാലത്തും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു നോവലാണ് അത്. ജോയ്സ് വാസ് ആൻ എക്സ്പെരിമെൻ്റർ വിത്ത് ലാംഗ്വേജ്. അദ്ദേഹം ലാംഗ്വേജ് വെച്ച് എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഒരാളായിരുന്നു. ഹിസ് എക്സ്പെരിമെൻ്റൽ നോവൽ ഫിനെഗൻസ് വേക്ക് ഇസ് വിച്ച് വേർഡ്സ് ആർ കമ്പോസ് ലൈക്ക് മ്യൂസിക് ആൻഡ് ദ ഹോൾ വർക്ക് ബിലോങ് ടു എ ഡ്രീം വേൾഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ വർക്കായിട്ടുള്ള നോവലായിട്ടുള്ള ഫിനെഗൻസ് വേക്ക് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ വേയിലാണ് കമ്പോസ് ചെയ്തിരുന്നത്. ആ ഹോൾ വർക്ക് എന്താ പറയുക, ഒരു ഡ്രീം വേൾഡിനെ കുറിച്ചാണ്. ഡ്രീം വേൾഡിലാണ് ആ ഒരു അതിലെ സെറ്റിംഗ് എന്നൊക്കെ പറയണത്. He also wrote straightforward book portrait of an artist as a young man in 1874.
അപ്പോൾ അതേപോലെ അദ്ദേഹം എഴുതിയൊരു വർക്കാണ് പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. അത് 1874 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോമർസെറ്റ് മോഗം ബിഗാൻ ടു റൈറ്റ് ഇൻ 1890. അദ്ദേഹം എഴുതാൻ തുടങ്ങിയത് 1890. ഹി വാസ് ഫോർ എ ലോങ് ടൈം അണ്ടർ എസ്റ്റിമേറ്റഡ് ബൈ ദ ക്രിട്ടിക്സൊക്കെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് സോമർസെറ്റ് മോഗം എന്ന് പറയുന്നത്. At the age of 80, he was generally commenced as a writer of short stories and novels. അപ്പോൾ 80-ാമത്തെ വയസ്സിലും അദ്ദേഹം ഷോർട്ട് സ്റ്റോറി നോവൽസൊക്കെ എഴുതിയിരുന്നു. His famous works are of human bondage, cakes and ale and number of plays. അപ്പോൾ ഫേമസ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ്, കേക്ക്സ് ആൻഡ് ale ഒക്കെയാണ്. Then D.S. Lawrence, 1885 to 1930, was a controversial novelist. He was a prolific modern writer. In his novels, he gave his interpretation of life. He combined a violent hatred to the values of modern mechanized life with a love of primitive and lovers, women in love and kangaroo. D.S. Lawrence എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സിയൽ നോവലിസ്റ്റാണ്. ഒരു പ്രൊളിഫിക് മോഡേൺ റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നോവൽസിലൊക്കെ ജീവിതത്തിനെ കുറിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പം മോഡേൺ മെക്കാനൈസ്ഡ് ലൈഫിനോടൊരു ഹേറ്റഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ലവ് ഓഫ് പ്രിമിറ്റീവ് ലവേഴ്സും വിമൻ ഇൻ ലവ് ആൻഡ് കങ്കാറു, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ്. ആൽഡസ് ഹക്സ്ലി വാസ് ബോൺ ഇൻ 1894. His writings were full of satire on his contemporaries with energetic prose. His brave new world looked forward a new fictional future. He also wrote Mortal Coils, Antic Hay, etc. His novels and short stories delighted even those who were against him. Aldous Huxley ജനിച്ചത് 1894 അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഫുൾ ഓഫ് സറ്റയർ ആണ്. അന്നത്തെ കണ്ടംപററീസ് മീൻസ് അന്നത്തെ എഴുത്തുകാരെ കുറിച്ചുള്ള സറ്റയറിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ന്യൂ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ഫ്യൂച്ചറിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അദ്ദേഹം എഴുതിയാണ് മോർട്ടൽ കോയിൽസ്, ആൻറ്റിക് ഹേ എന്ന് പറയുന്ന വർക്ക്സൊക്കെ. അദ്ദേഹത്തിൻ്റെ നോവൽസും ഷോർട്ട് സ്റ്റോറീസും എന്താണ് വളരെ ഡിലൈറ്റ്ഫുൾ ആയിരുന്നെങ്കിലും അത് മറ്റുള്ളവർക്ക് എതിരായിരുന്നു, അത് അദ്ദേഹത്തിനെതിരായിരുന്നു. George Orwell, 1903 to 1950, followed the themes of Aldous Huxley nearly 20 years later. His 1984 is a good example. He wrote several books with limited success, but in 1945 he suddenly became famous for his short political satire on the totalitarian state called Animal Farm. ജോർജ് ഓർവെൽ ആൽഡസ് ഹക്സ്ലിയുടെ തീംസ് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. 20 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 1984 എന്നുള്ള വർക്ക് അതിനൊരു എക്സാമ്പിളാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നില്ല. 1945 അദ്ദേഹം പെട്ടെന്ന് ഫേമസ് ആയത്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പൊളിറ്റിക്കൽ സറ്റയറായിട്ടുള്ള ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് പൊളിറ്റിക്കൽ സറ്റയറായിട്ടുള്ള ആനിമൽ ഫാം. There were other novelists who contributed their writings like Hugh Walpole, Campton McNeice, J.B. Priestley, Charles Morgan and Dorothy Sayers. പിന്നെ പറയുന്ന നോവലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഹ്യൂഗ് വാൾപോള്, ക്യാംപ്ടൺ മാക്കനീസ്, J.B. Priestley, ചാൾസ് മോർഗൻ, ഡൊറോത്തി സയേഴ്സ് ഒക്കെ. Among the younger novelists, Graham Greene took leading place since the Second World War. He was born in 1904. Sin and suffering played important roles in his novels. He plunges his characters into depths of degradation. His famous work are It's a Battlefield, England Made Me, Brighton Rock, Power and Glory, The Heart of Matter, The End of the Affair, The Quiet American, A Burnt Out Case, The Comedians and Travels with My Aunt. അപ്പോൾ യങ് നോവലിസ്റ്റുകളിൽ ഗ്രഹാം ഗ്രീൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ലീഡിങ് പ്ലേസ് ഉണ്ട്. അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് 1904 അപ്പം അദ്ദേഹത്തിൻ്റെ സിൻ ആൻഡ് സഫറിങ് എന്ന് പറയുന്നതിന് നോവൽസിൽ പ്രധാനപ്പെട്ട റോള്. സിന്നിനും സഫറിങ്ങിനും അദ്ദേഹത്തിൻ്റെ നോവൽസിലൊക്കെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു. ഹി പ്ലഞ്ചസ് ഹിസ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഡെപ്ത് ഓഫ് ഡീഗ്രഡേഷൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് എന്താണ് ഇങ്ങനെ തരം താഴ്ത്തിയിട്ട് അങ്ങനെ പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാറ്റിൽ ഫീൽഡ്, ഇംഗ്ലണ്ട് മെയ്ഡ് മീ, ബ്രൈറ്റൺ റോക്ക്, പവർ ആൻഡ് ഗ്ലോറി, ഹാർട്ട് ഓഫ് മാറ്റർ, ദ എൻഡ് ഓഫ് ദ അഫെയർ, ദ ക്വൈറ്റ് അമേരിക്കൻ, എ ബേൺഡ് ഔട്ട് കേസ്, ദ കൊമേഡിയൻസ് ആൻഡ് ട്രാവൽസ് വിത്ത് മൈ ആൻ. പിന്നെ പറയുന്നതാണ് കാതറിൻ മാൻസ്ഫീൽഡ്, 1888 to 1922.
Was born in New Zealand. Her composed, sensitive style had a remarkable power of understanding children. She brought out her collected stories of Catherine Mansfield. ജനിച്ചത് ന്യൂസിലാൻഡിലാണ്. ഒരു സെൻസിറ്റീവ് സ്റ്റൈലിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അവരുടെ കളക്റ്റഡ് സ്റ്റോറീസ് പുറത്തു കൊണ്ടുവന്നും അത് അവർ തന്നെയാണ്. പിന്നെ പറയുന്നതാണ് ഡ്രാമ. Bernard Shaw continued to write till his death in 1950. Even by 1950, the shocking plays written years before were as fresh as the morning sunlight. അപ്പോൾ ബെർണാഡ് ഷോ എന്താ പറയുക, മരണം വരെ 1950 വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 1950 എഴുതിയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോഴും അത്രത്തോളം ഫ്രഷ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ജെയിംസ് ബ്രൈഡി 1888 to 1951 was born in Scotland and practiced as a doctor before turning to writing. He was regarded as a follower of Shaw. He wrote plays like The Anatomist, Tobias, The Angel and Mr. Baldfree. അപ്പം ജെയിംസ് ബ്രൈഡി ജനിച്ചത് സ്കോട്ട്ലാൻഡിലാണ്. ആദ്യം ഡോക്ടറായിരുന്നു, പിന്നീടാണ് അദ്ദേഹം എഴുത്തിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹം ബെർണാഡ് ഷോയുടെ ഒരു ഫോളോവറായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ പ്ലേസാണ് ദ അനാട്ടമിസ്റ്റ്, ടോബിയാസ്, ഏഞ്ചൽ, മിസ്സസ് ബോൾഫറി ഒക്കെ. നോവൽ കോവാർഡ് വാസ് ബോൺ ഇൻ 1899. He had good theatrical training. He wrote The Vortex, Hay Fever, This Happy Breed and Quadrille. Terence Rattigan, born in 1911, followed the footsteps of Noel Coward and brought out The Winslow Boy. J.B. Priestley, the novelist, also wrote plays like The Good Companion's Time and The Conveys and I Have Been Here Before. He attempted to explore deeper themes in these plays. A number of excellent plays was written by Lawrence Houseman about the life of Queen Victoria. അപ്പോൾ നോവൽ ഹോവാർഡ് ജനിച്ചത് 1899 അദ്ദേഹത്തിന് ഗുഡ് തിയേറ്ററിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയാണ് ദ വോർട്ടെക്സ്, ഹേ ഫേവർ, ദിസ് ഹാപ്പി പീരീഡ് ഓൺ ക്വാഡ്രയിലൊക്കെ. പിന്നെ ടെറൻ റാറ്റിഗൻ ജനിച്ചത് 1911 അദ്ദേഹം നോയൽ കോവാർഡിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് വന്നത്. അദ്ദേഹം ദ വിൻസ്ലോ ബോയ് അദ്ദേഹത്തിൻ്റെയാണ്. അതേപോലെ J.B. പ്രീസ്ലി നോവലിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് പ്ലേസ് അദ്ദേഹം ഒരു പ്ലേസും എഴുതിയിട്ടുണ്ട്. ദ വിൻസ്ലോ ബോയ് ദ ഗുഡ് കമ്പാനിയൻ, ടൈം ആൻഡ് ദ കോൺവേസ് ആൻഡ് ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ പ്ലേസിൽ ഒരുപാട് ഡീപ്പർ തീംസ് എഴുതി അദ്ദേഹം അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സലൻറ്റ് പ്ലേസ് എഴുതിയിട്ടുണ്ട് ലോറൻസ് ഹൗസ്മാൻ. ക്വീൻ വിക്ടോറിയയുടെ ജീവിതത്തിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നീട് വരുന്നതാണ് പ്രോസ്. It is interesting to note that English statesmen and 3 or 4 prime ministers had been distinguished authors. Benjamin Disraeli wrote fantastic witty, serious political novels in the 19th century. Arthur James produced some philosophical works. Stanley Baldwin brought out inspiring addresses. അപ്പം പ്രോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രതന്ത്രജ്ഞരും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ ഈ ഒരു ഓതേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ബെഞ്ചമിൻ ഡിസ്രേലി, അദ്ദേഹം ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള വിറ്റി ആയിട്ടുള്ള സീരിയസ് പൊളിറ്റിക്കൽ നോവൽസ് 19th സെഞ്ചുറിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആർതർ ജെയിംസ് അത് ഫിലോസഫിക്കൽ വർക്ക്സ് ആണ് എഴുതിയിരുന്നത്. പിന്നെ സ്റ്റാൻലി ബാഡ്വിൻ എഴുതിയിരിക്കുന്നത് ഇൻസ്പയറിംഗ് അഡ്രസ്സസ് ആണ്. പിന്നെ വരുന്നതാണ് വിൻസ്റ്റൺ ചർച്ചിൽ, ഹു വാസ് thoroughly a soldier, statesman and also author, lived in the most troubled period of world history. He was an excellent biographer which could be seen in my early life. In the world crisis and the Second World War, he played the role of a historian writing about the histories of 2 world wars. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സോൾജറാണ്, അതുപോലെ തന്നെ രാഷ്ട്രതന്ത്രജ്ഞനാണ്, ഒരു റൈറ്ററാണ്. എന്താ പറയുക, വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ട്രബിളിംഗ് പീരീഡിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹം ഒരു എക്സലൻറ്റ് ബയോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് മൈ ഏർലി ലൈഫ്, അതുപോലെ ലൈഫ് ഓഫ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ, അതുപോലെ തന്നെ ലൈഫ് ഓഫ് മാൽബറയിലൊക്കെ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ വേൾഡ് ക്രൈസിസിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന റോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹിസ്റ്റോറീസിനും 2 വേൾഡ് വാർസിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. There were few other historians of Britain whose work was also memorable as literature. പിന്നെ അങ്ങനെയുള്ള ചില ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. ലിറ്ററേച്ചറിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു അവരുടേത്. AR J.M. Trevelyan and C.V. Wedgwood. Trevelyan wrote English social history. Trevelyan എഴുതിയതാണ് ഇംഗ്ലീഷ് സോഷ്യൽ ഹിസ്റ്ററി.
അതെന്താണ്, ഒരു സർവേ ഓഫ് 6 centuries ആണ്. വെഡ്ജ്വുഡ് റോഡ് വില്യം ദ സൈലൻറ്റ് ആൻഡ് ദ കിങ്സ് പീസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ വർക്ക്സാണ് വില്യം ദ സൈലൻറ്റ് ആൻഡ് കിങ്സ് പീസ് എന്ന് പറയുന്ന 2 വർക്ക്സ്. Bertrand Russell was born in 1872. Philosophy was no easy subject to be made readable for the general public. Russell, a man of skillful letters, made it fascinating in a number of volumes. His history of Western philosophy was an extensive subject with pleasure and enlightening style for the common readers. A few travel books were written by Peter Fleming, Freya Stark and Norman Douglas. These books kindled the prospects of adventures and discovery. അപ്പം ബെട്രാൻഡ് റസൽ ജനിച്ചത് 1872 ഫിലോസഫി എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന് വായിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ റസൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്കിൽഫുൾ ലെക്ചേഴ്സിൽ ഒരുപാട് വോളിയൂംസിൽ എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ വെസ്റ്റേൺ ഫിലോസഫിക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ട്രാവൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. പീറ്റർ ഫ്ലെമിങ്, അദ്ദേഹത്തിൻ്റെ ഫ്രെയ സ്റ്റാർക്കും നോർമൻ ഡഗ്ലസും അദ്ദേഹത്തിൻ്റെയാണ്. ഫ്രെയ സ്റ്റാർക്കും നോർമൻ ഡഗ്ലസും. ഈ ബുക്സ് എന്താണ്, അഡ്വഞ്ചറിൻ്റെയും ഡിസ്കവറിൻ്റെയും ഒരു പ്രോസ്പെക്ട്സ് ആയിട്ട് പറയാം നമുക്ക്. ഇനി T.E. Lawrence ആണ്. 1888 to 1935 was an Oxford scholar and archaeologist. He was a controversial figure among 20th century writers. He published in 1926 his successful desert campaign in 7 Pillars of Wisdom. He was a hero genius who wrote with the consultation of Shaw. ഇപ്പോൾ T.E. ലോറൻസ് എന്ന് പറയുന്നത് ഒരു ഓക്സ്ഫോർഡ് സ്കോളറും അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റാണ്, പുരാവസ്തു ഗവേഷകനാണ്. അദ്ദേഹം ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗറായിരുന്നു 20th century റൈറ്റേഴ്സിൻ്റെ ഇടയിൽ. അദ്ദേഹം 1926 അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ ഡെസേർട്ട് ക്യാമ്പയിനായിട്ടുള്ള 7 Pillars of Wisdom പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം ഒരു ഹീറോ ജീനിയസ് ആണ്. ഷോയുടെ കൺസൾട്ടേഷൻ, ബെർണാഡ് ഷോയുടെ കൺസൾട്ടേഷനിലാണ് അദ്ദേഹം വർക്ക്സ് എഴുതിയിരുന്നത്. പിന്നെ ഹിലായർ ബെലോക്ക് 1870 to 1953 ആൻഡ് J.K. Chesterton 1872 to 1936 together poured out considerable prose. They belonged to the passing age of idealism. Belloc wrote The Servile State and The Path to Rome. Chesterton was more a journalist than a writer. His father, Brown detective stories made him popular. ഹിലറി ബെല്ലോക്കും J.K. ചെസ്റ്റർട്ടണും പ്രോസ് റൈറ്റേഴ്സാണ്. അവർ ഇങ്ങനെ ഐഡിയലിസത്തിന് ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത്. ബെല്ലോക്ക് എഴുതിയതാണ് സർവൈൽ സ്റ്റേറ്റും പാത്ത് ടു റോമും. ചെസ്റ്ററിൻ്റെ ആണ്, അദ്ദേഹം ഒരു റൈറ്റർ എന്നതിനേക്കാൾ ഉപരി ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ബോൺ ഡിറ്റക്റ്റീവ് സ്റ്റോറീസാണ് അദ്ദേഹത്തിനെ പോപ്പുലറാക്കിയത്. കൺക്ലൂഷനാണ്, ദ അൺസർട്ടനിറ്റി ഓഫ് ദ വാർ ആൻഡ് പോസ്റ്റ് വാർ ഇയേഴ്സ് ഹാസ് ബീൻ reflected in the literature of the present age. Violence and sadism have become themes in a world of genocide, global conflict and nuclear destruction. The new writers have started choosing new psychological problems because of technological advances, space exploration, nuclear threat and germ welfare. There has been a large output of science fiction in the present age. അപ്പോൾ ഈ വേൾഡ് വാറും പോസ്റ്റ് വേൾഡ് വാറൊക്കെ എന്താണ് നമ്മുടെ പ്രസൻറ്റ് ഏജ് ലിറ്ററേച്ചറിൽ ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വയലൻസും സാഡിസും ഒക്കെയാണ് മീൻസ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ കോൺഫ്ലിക്റ്റ്, ന്യൂക്ലിയർ ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ മീൻസ് ഈ പോസ്റ്റ് വാർ വർക്ക്സിലൊക്കെ തീംസായിട്ട് വന്നിരുന്നു. പുതിയ എഴുത്തുകാരൊക്കെ പുതിയ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസസും സ്പേസ് എക്സ്പ്ലോറേഷൻ അതുപോലെ ന്യൂക്ലിയർ ത്രെറ്റ്, ജേം വാർഫെയറൊക്കെ മൂലം സയൻസ് ഫിക്ഷൻ ഒരുപാട് പ്രസൻറ്റ് ഏജിൽ വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ദിസ് ബുക്ക് ഈസ് ഓവർ. താങ്ക് യു ഓൾ.